Dear students, welcome to our channel Botrix. We are discussing about the chapter Sexual Reproduction in Flowering Plants. We are discussing, in our last class we are discussed about megasporogenesis. I think all of you studied well. So next topic we are going to discuss about the next topic, female gametophyte or embryo sac. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്കിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്? ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് അതല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്ക്, ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്നറിയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ദാറ്റ്സ് ഓൾസോ നോൺ ആസ് എംബ്രിയോ സാക്ക്. ഇവിടെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്കിൻ്റെ ഫോമേഷൻ ഓഫ് എംബ്രിയോ സാക്ക് ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുക. നമുക്കറിയാം, ഒരു ഒവ്യൂളിൻ്റെ പിക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഒവ്യൂളിൻ്റെ പിക്ചർ. അപ്പോൾ നോക്കുക, ഒവ്യൂളിൻ്റെ പിക്ചർ. ഈ ഒവ്യൂളിൻ്റെ പിക്ചറിൽ ഇതാണ് എംബ്രിയോ സാക്ക്, കണ്ടില്ലേ? ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള എംബ്രിയോ സാക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ എത്ര എംബ്രിയോ സാക്ക് ഉണ്ട്? ഒരു എംബ്രിയോ സാക്കാണുള്ളത് അല്ലേ, ഒറ്റ എംബ്രിയോ സാക്കാണുള്ളത്. പക്ഷേ മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ ഒറ്റ മെഗാസ്പോറിൽ നിന്ന് എത്ര മെഗാസ്പോസുകൾ ഉണ്ടാവുന്നുണ്ട്? ആദ്യം നമ്മൾ പറഞ്ഞു അല്ലേ, 2 സെൽസുകൾ ഉണ്ടാവുന്നുണ്ട് മെഗാസ്പോർ. ആദ്യത്തെ മിയോട്ടിക് ഡിവിഷൻ്റെ ഫലമായിട്ട്, രണ്ടാമത്തെ മിയോട്ടിക് ഡിവിഷൻ്റെ ഫലമായിട്ട് എത്ര സെല്ലായിട്ട് മാറും? 4 സെല്ലുകളായിട്ട് മാറും. അപ്പോൾ ഈ 4 സെല്ലുകളെയും നമുക്ക് എന്താണ് വിളിക്കുന്നത്? മെഗാസ്പോസ് എന്നാണ് വിളിക്കുക അല്ലേ. അപ്പോൾ മെഗാസ്പോസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒറ്റ മെഗാസ്പോസിൽ നിന്ന്, മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് 4 മെഗാസ്പോസുകൾ ഉണ്ടാവുന്നു. ഇത് നമ്മൾ മെഗാസ്പോർ എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞ, മെഗാസ്പോർ മദർ സെൽ എന്നാണ് വിളിക്കുക. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് 4 മെഗാസ്പോസുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും ഈ 4 മെഗാസ്പോസുകളും എംബ്രിയോ സാക്കായിട്ട് മാറണ്ടേ? ആക്ച്വലി ഒവ്യൂളിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു, ഒവ്യൂളിൻ്റെ ഉള്ളിൽ എത്ര എംബ്രിയോ സാക്ക് ഉണ്ട്? ഒറ്റ എംബ്രിയോ സാക്കേ ഉള്ളൂ. ഇവിടെ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ 4 മെഗാസ്പോസുകളുണ്ട്. 4 മെഗാസ്പോസുകളും എംബ്രിയോ സാക്കായി മാറുന്നില്ല. ആൻജിയോസ്പേംസിൻ്റെ എംബ്രിയോ സാക്ക് ഫോമേഷനിൽ ഉണ്ടാകുന്ന 4 മെഗാസ്പോസുകളും എംബ്രിയോ സാക്കായിട്ട് മാറുന്നില്ല. പകരം ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഫങ്ഷണലായിട്ട് മാറുന്നത്, ആക്ച്വലി എംബ്രിയോ സാക്കായിട്ട് മാറുന്നത്. That's only single embryo sacs are functionally formed. Okay. So this type of formation of embryo sacs, that is called മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. എന്തുകൊണ്ടാണ് why embryo sac formation in angiosperms called monosporic development എന്ന് പറഞ്ഞു, മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. Why angiosperm megaspore formations is known as monosporic എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാം, എംബ്രിയോ സാക് ഫോമേഷൻ ഫ്രം എ സിംഗിൾ മെഗാസ്പോസ് അല്ലേ. സിംഗിൾ മെഗാസ്പോസിൽ നിന്നാണ് എംബ്രിയോ സാക് ഫോമേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് പറയാം,
ഔട്ട് ഓഫ് 4 മെഗാസ്പോസ്, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു 4 മെഗാസ്പോസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഈ ഔട്ട് ഓഫ് 4 മെഗാസ്പോസ് ഇൻ ആൻജിയോസ്പോംസ്, ഔട്ട് ഓഫ് 4 മെഗാസ്പോസ് or in angiosperm 4 megaspores are formed. Out of these 4 megaspores only single one is functional. ഒന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫങ്ഷണൽ ആവുന്നത്. ബാക്കിയുള്ള 3 ഖത്തമോകയ എന്ത് സംഭവിക്കുന്നു, മരിച്ചു പോകുന്നു, നശിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് 4 megaspores only single one is functional. So this type of embryo sac formation, ഇവിടെ ഒന്ന് മാത്രമാണ് ഡെവലപ്പ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ഒവ്യൂൾസിൻ്റെ ഉള്ളിലെ സിംഗിൾ എംബ്രിയോ സാക്കായി മാറുന്നത്. അതുകൊണ്ടാണ് ഈ ഡെവലപ്മെൻറ്റിനെ നമുക്ക് എന്ത് പറയുന്നത്, മോണോസ്പോറിക് ഡെവലപ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. സോ embryo sac formation in angiosperms is known as monosporic. Why എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് 4 megaspores are formed in angiosperms. Out of these 4 megaspores only single one is functional, other 3 are degenerated അല്ലേ. ഡീജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നു. സോ ദിസ് type of embryo sac formation that is known as monosporic development. അപ്പോൾ embryo sac formation നമുക്ക് monosporic development എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി 2008 പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇവിടെ എംബ്രിയോ സാക്ക് ഫോമേഷൻ, ഇതാണ് എംബ്രിയോ സാക്ക്. ടെക്സ്റ്റ് ബുക്കിലുള്ള NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ് ഞാൻ പറയുന്നത്. ഇത് എംബ്രിയോ സാക്കാണ്. ഈ എംബ്രിയോ സാക്ക് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സിംഗിൾ മെഗാസ്പോറിൽ നിന്നാണ് എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നതെന്ന് അല്ലേ. അപ്പോൾ ഈ സിംഗിൾ മെഗാസ്പോർ, ഇതിൻ്റെ ഇപ്പുറത്തൊരു മെഗാസ്പോറുകൾ ഉണ്ടാവും. ആ സിംഗിൾ മെഗാസ്പോറിൽ നിന്ന് എങ്ങനെയാണ് ഒരു എംബ്രിയോ സാക്ക്, ഫുൾ മെച്ചുറായിട്ടുള്ള ഒരു എംബ്രിയോ സാക്ക് ഫോമേഷൻ. അപ്പോൾ എക്സ്പ്ലെയിൻ ദി ഫോമേഷൻ ഓഫ് ഈ എംബ്രിയോ സാക്ക്. അതിൻ്റെ ചിത്രം വരച്ച് പഠിക്കണം. അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും നമ്മൾ പഠിക്കണം. അപ്പോൾ നോക്കുക, അപ്പോൾ ഈ പിക്ചർ തന്നെ NCERTയിലുള്ള പിക്ചർ ഞാനിവിടെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നോക്കുക, ഇതിൽ നമ്മൾ ഇവിടെ സിംഗിൾ മെഗാസ്പോസ് ഉണ്ടായി എന്ന് പറഞ്ഞു അല്ലേ. ആ മെഗാസ്പോസിന് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇവിടെ ഈ മെഗാസ്പോർ അതാണല്ലോ ഉണ്ടായിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ അല്ലേ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ എന്ത് ചെയ്യുന്നു, അത് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷന് വിധാനം 2-3 മൈറ്റോട്ടിക് ഡിവിഷൻ അത് വിധേയമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് ഓഫ് ദ ഫങ്ഷണൽ മെഗാസ്പോർ, ഇതാണ് ന്യൂക്ലിയസ്. ഫങ്ഷണൽ മെഗാസ്പോറിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഫസ്റ്റ് ഡിവൈഡ് മൈറ്റോട്ടിക്കലി ടു ഫോം 2 ന്യൂക്ലിയ. ഇവിടെ നോക്കുക, അത് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുന്നു. ഇവിടെ അതിൻ്റെ ഷേപ്പിൽ തന്നെ വ്യത്യാസം വരും മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുമ്പോൾ. ഇപ്പോൾ ദാറ്റ് ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ്സ്, ന്യൂക്ലിയസ് ഓഫ് ദി ഫങ്ഷണൽ മെഗാസ്പോർ ഡിവൈഡ്സ് ടു ഫോം 2 ന്യൂക്ലിയ അല്ലേ, വിച്ച് മൂവ് ടുവേഴ്സ് ദി ഓപ്പോസിറ്റ് പോൾസ്. 2 പോൾസ്, ഇതൊരു പോളാണ്, ഇതൊരു പോളാണ് അല്ലേ. ആ പോളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, move towards the opposite poles, forming 2 nucleate embryo sac. അങ്ങനെ എന്തായി, 2 ന്യൂക്ലിയസ് ഉള്ള ഒരു എംബ്രിയോ സാക്കായി ഇത് മാറി. അപ്പോൾ സിംഗിൾ മെഗാസ്പോർ, സിംഗിൾ ന്യൂക്ലിയസ് ഉള്ള സിംഗിൾ മെഗാസ്പോർസ് ദാറ്റ് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ അല്ലേ. ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമായി. ആസ് എ റിസൾട്ട് 2 ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്ക് ഉണ്ടായി അല്ലേ. 2 ന്യൂക്ലിയേറ്റ് ഈ എംബ്രിയോ സാക്ക് ഫോം ചെയ്തു. ഈ 2 ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്ക് ദാറ്റ് അണ്ടർഗോ 2 more സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻസ് ആണ്. 2-3 ഡിവിഷൻസിന് വിധേയമാവും അല്ലേ. ഇപ്പോൾ നോക്കുക, ഇവിടെ ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോയിട്ടുള്ള ന്യൂക്ലിയസ്, ഓപ്പോസിറ്റ് പോൾസിലെത്തിച്ചേർന്നിട്ടുള്ള ന്യൂക്ലിയസ് ഓപ്പോസിറ്റ് പോൾസിലെത്തി. ദാറ്റ് അണ്ടർഗോ 1 more മൈറ്റോട്ടിക് ഡിവിഷൻ. 2 more മൈറ്റോട്ടിക് ഡിവിഷനാണ്. ആദ്യത്തെ മൈറ്റോട്ടിക് ഡിവിഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. ഓക്കെ,
ഇവിടെ സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു. ഇവിടെ ഉള്ളതിന് ആദ്യത്തെ മൈറ്റോട്ടിക് ഡിവിഷന് ഫലമായിട്ട് 2 എണ്ണം ഉണ്ടായി അല്ലേ. ദാറ്റ് അണ്ടർഗോ സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. ഇത് വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകും. അപ്പോൾ ഇത് 2ആയി മാറും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ദിസ് ഓൾസോ അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ. ദാറ്റ് ഓൾസോ ആസ് എ റിസൾട്ട് 2 ന്യൂക്ലിയേറ്റ് എംബ്രയോ സാക്സ് ആർ ഫോംഡ് അല്ലേ. അപ്പോൾ 2 ന്യൂക്ലിയേറ്റ് എംബ്രയോ സാക്ക് ഇവിടെ ഫോം ചെയ്തു. മനസ്സിലായല്ലോ. ഇപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2 + 2 4 അല്ലേ. 4 ന്യൂക്ലിയേറ്റ് എംബ്രയോ സാക്കായി മാറി. ഓക്കെ. ദെൻ ദാറ്റ് ഓൾസോ അണ്ടർഗോ 2 മോർ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ് പറഞ്ഞത്. ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ ഇവിടെ നടന്നു. സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു. ഇത് വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുന്നു. ആസ് എ റിസൾട്ട് see as a result of this division these two nucleus also undergo mitotic division. As a result എത്ര ഉണ്ടാവും അല്ലേ? 1 ൽ നിന്ന് 2 ഉണ്ടാവും. 2 ൽ നിന്നാണെങ്കിൽ 4 ഉണ്ടാവും. 4 സെൽസുകളുണ്ടായി. ഇവിടെ അതേപോലെ തന്നെ 2 എണ്ണം ഉള്ളത് 4 എണ്ണമായിട്ട് മാറുന്നു. അപ്പോൾ ടോട്ടൽ എത്ര ന്യൂക്ലിയസ് ഉണ്ടായി? These poles consist 4 nuclei and here also 4 nucleus. Total 8 nucleate embryo sacs ഫോം ചെയ്തു അല്ലേ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് എന്താണ്? ഫങ്ഷണൽ മെഗാസ്പോസ് ദാറ്റ് അണ്ടർഗോ മൈറ്റോട്ടിക് ഡിവിഷൻ ടു ഫോം 2 ന്യൂക്ലിയേറ്റ് embryo sac. These nuclei move towards the opposite poles. Okay. ഇനി 2 more sequential division. These nuclei undergo 2 more sequential division. As a result 4 nucleate embryo sac and also 8 nucleate embryo sacs are formed. Okay. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം ന്യൂക്ലിയർ ഡിവിഷൻസ് നടക്കുന്നു എന്ന് വെച്ചാൽ അതിന് നമ്മൾ ടെക്നിക്കലായിട്ട് പറയുന്ന ടേമാണ് കാരിയോ കൈനസിസ് അല്ലേ. അപ്പോൾ കാരിയോ കൈനസിസ് നടക്കുന്നു. പക്ഷേ എന്ത് നടക്കുന്നില്ല? കാരിയോ കൈനസിസ് നടന്നാൽ ഉടൻ തന്നെ എന്ത് നടക്കണം? ആക്ച്വലി ഇതിൻ്റെ ചുറ്റും സെല്ലുകൾ ഫോം ചെയ്യണ്ടേ, സെൽ വോൾ ഫോം ചെയ്യണ്ടേ. കാരിയോ കൈനസിസ് നടന്നാൽ പിന്നെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം. ഇതാണ് സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് അതിന് ചുറ്റും സെല്ലുകൾ ഫോം ചെയ്യണം. പക്ഷേ ആ സെൽ വോൾസ് ഫോമേഷൻ ഇവിടെ ഉടൻ തന്നെ നടക്കുന്നില്ല. പകരം അത് കുറച്ച് കഴിഞ്ഞ ശേഷമേ നടക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ആഫ്റ്റർ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജിൽ സെൽ വോൾ ലേ ഡൗൺ ലീഡിങ് ദ ഓർഗനൈസേഷൻ ഓഫ് ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ആഫ്റ്റർ 8 ന്യൂക്ലിയേറ്റ് എംബ്രയോ സാക്ക്, 8 ന്യൂക്ലിയസ് ആയിട്ടുള്ള എംബ്രയോ സാക്ക് ഫോം ചെയ്ത ശേഷം മാത്രമേ സെൽ വോൾ ഫോമേഷൻ നടക്കുള്ളൂ. സോ സെൽ വോൾ ഫോമേഷൻ ഓൺലി ടേക്സ് പ്ലേസ് ആഫ്റ്റർ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ഓഫ് എംബ്രയോ സാക്ക് അല്ലേ. ഇതാണ് ഇപ്പോൾ അത് ആക്ച്വലി എംബ്രയോ സാക്കായി. പക്ഷേ അത് ഒന്നുകൂടിയും ചില അറേഞ്ച്മെൻറ്റ്സുകൾക്ക് വിധേയമാകും. ഓക്കെ. ഇവിടെ ഓപ്പോസിറ്റ് പോൾസിൽ നോക്കുക. ഇവിടെ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജാണ്. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഇനി ഇതിലുള്ള ഈ 4 one of the nuclei from each poles. ഓരോ പോൾസിൽ നിന്നും ഒരു ന്യൂക്ലിയർ മൂവ് ടുവേഴ്സ് ദി സെൻറ്റർ റീജിയൻസിലേക്ക് അല്ലെങ്കിൽ എഗ് അപ്പാരറ്റസ് എന്നറിയപ്പെടുന്ന ഭാഗത്തേക്ക് മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ 3 എണ്ണമാണ്, ഇവിടെ 3 എണ്ണം. ടോട്ടൽ ഇവിടെ 4 ഉണ്ടായിരുന്നു അല്ലേ. ആൻഡ് one of the nuclei from each poles move towards the സെൻറ്റർ റീജിയൻസ്. ഓക്കെ. സെൻറ്റർ റീജിയൻസിലേക്ക് അല്ലെങ്കിൽ ലാർജ് സെൽസ് ആയിട്ട് മാറുന്ന ആ സെല്ലിൻ്റെ സെൻറ്റർ പാർട്ടിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ. ഇതാണ് എംബ്രയോ സാക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഇനി 6 ഓഫ് ദ 8 ന്യൂക്ലിയ ആർ സറൗണ്ടഡ് ബൈ സെൽ വോൾസ് ആൻഡ് ഓർഗനൈസ്ഡ് ഇൻ ടു സെൽസ്. ഇവിടെ 6 ഈ പോൾസിലുള്ള 6 ഇവിടെ 3 എണ്ണം ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും 3 എണ്ണം ഉണ്ട്. സോ 6 ഓഫ് ദി 8 ന്യൂക്ലിയ ആർ സറൗണ്ടഡ് ബൈ സെൽ വാൾ ഫോം ചെയ്തു. ഓക്കെ.
അപ്പോൾ ഇവിടെ 2 ന്യൂക്ലിയേ ഫ്രം ഈച്ച് പോൾസ് മൂവ് ടുവേഴ്സ് ദി സെൻറ്റർ ആണ് അല്ലേ. ഇപ്പോൾ ഇതിനെ പോൾസിൽ നിന്ന് വന്നതുകൊണ്ട് ഈ ന്യൂക്ലിയസിനെ നമുക്ക് എന്ത് പറയാം, പോളാർ ന്യൂക്ലിയേ എന്നാണ് വിളിക്കുക. പോളാർ ന്യൂക്ലിയേ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ പോൾസിൽ നിന്ന് വന്നിട്ടുള്ള ന്യൂക്ലിയസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയേ. ആർ സിറ്റുവേറ്റഡ് ബിലോ ദി എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസ് ഇതായിരിക്കും എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസ് എഗ് അപ്പാരറ്റസ് ഇപ്പോൾ താഴെ മുകളിലായിട്ട് കാണിക്കാം. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ളത് ഇവിടെയാണ്. ആദ്യത്തെ പിക്ചറിൽ നോക്കുക, ഇവിടെ കണ്ടില്ലേ ടെക്സ്റ്റ് ബുക്കിൽ എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്ന 3 സെൽസുകളാണ്. ഈ മൂന്നെണ്ണമാണ് എഗ് അപ്പാരറ്റസ് എന്നറിയപ്പെടുക. അതിൽ ഒരു എഗ് സെല്ലുണ്ടാവും. അതേപോലെ തന്നെ 2 സൈനാർജിഡ്സുമാണ് കാണിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, സൈനാർജിഡ്സ് 2 സെല്ലായിട്ട് കാണിച്ചു, സെൻറ്ററിലുള്ള എഗ് സെല്ല്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയും. ഈ എഗ് അപ്പാരറ്റസിൻ്റെ ജസ്റ്റ് താഴെയായിട്ടാണ് അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ടാണ് എന്തുണ്ടാവുക, 2 പോളാർ ന്യൂക്ലിയേ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് 2 പോളാർ ന്യൂക്ലിയേ. ഈ മുകളിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ 3 ന്യൂക്ലിയസ് എന്തായി മാറുന്നു, അത് സെൽ വാൾ ഫോം ചെയ്ത് ഒരു എഗ് സെല്ലും 2 സൈനർജിഡ്സുമായി മാറുന്നു. അതേപോലെ സെൻറ്ററിൽ 2 പോളാർ ന്യൂക്ലിയേ ഉണ്ടാവുന്നു. താഴെ കാണുന്ന 3 സെൽസുകളെ നമ്മൾ ആൻറ്റിപോഡൽസ് എന്നാണ് വിളിക്കുക. ആൻറ്റിപോഡൽസ് ഉണ്ടല്ലേ, ആൻറ്റിപോഡൽസ്. അപ്പോൾ ആൻറ്റിപോഡൽസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതാണ് ആക്ച്വലി എംബ്രിയോ സാക്ക്. ഇനി ഇതിനൊരു റീ അറേഞ്ച് ചെയ്ത് വരയ്ക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് അടുത്ത് പറയാം. ഇപ്പോൾ അതിൻ്റെ റീ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ പാർട്ട് പറയുന്നതിന് മുമ്പ് ഒന്നുകൂടിയും പറയാം. നമ്മൾ ഫസ്റ്റ് ഒരു ന്യൂക്ലിയസ് മെഗാസ്പോർസ് ഉണ്ടാവും അല്ലേ, മെഗാസ്പോർ ഉണ്ടാവും. ദാറ്റ് അണ്ടർഗോ the nucleus of the megaspore undergo mitotic division and move towards the opposite poles, where they undergo 2 more sequential division, mitotic division. As a result, 4 nucleate embryo sac and 8 nucleate embryo sac. So this nucleus is not undergo cell wall formation immediately. There is not formed cell wall formation surrounding these nuclei. After some times or after 8 nuclei stage only cell wall formation takes place. So as a result of this 8 nucleate stage, 2 nuclei from each poles move towards the center regions like move ചെയ്യുന്നു. And the remaining 3 in each poles that lay down cell wall form ചെയ്യുന്നു. ഈ ഭാഗത്ത് 2 സൈനാർജിഡ്സ് എന്ന് പറയുന്ന സെല്ലും ഒരു എഗ് സെല്ലും ഉണ്ടാവുന്നു. താഴെ ഭാഗത്തുള്ള സെല്ലുകളെ നമ്മൾ ആൻറ്റിപോഡൽസ് എന്ന് പറയുന്നു. സെൻറ്ററിലുള്ള സെല്ലാണ് ലാർജ് സെല്ലാണ്. ഈ ലാർജ് സെല്ലിൽ ലാർജ് സെൽ എന്ന് പറയുന്നത് ഇതൊക്കെ സെല്ലാണ്, സൈറ്റോപ്ലാസാണ്. അതിൻ്റെ സെൽ വാൾ ഇതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയുള്ള ന്യൂക്ലിയസിനെ നമ്മൾ പോളാർ ന്യൂക്ലിയേ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എംബ്രിയോ സാക്ക്. ഇനി ഇതിൻ്റെ ഒരു റീ അറേഞ്ച് ചെയ്തിട്ടുള്ള പിക്ചറാണത് എംബ്രിയോ സാക്ക്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ആൻറ്റിപോഡൽസ് ഇവിടെ ആയിരുന്നു നമുക്ക് കാണിച്ചിരുന്നു. ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ ഈ ഭാഗം മുകളിലോട്ട് വന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നോക്കുക, ഈ ചലാസൽ എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഒവ്യൂളിൻ്റെ മൈക്രോപൈലാർ റീജിയൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ ഇതിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എന്താണ് ചലാസൽ എൻഡ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഇതാണ് ചലാസൽ എൻഡ്, ഇതാണ് മൈക്രോപൈൽ എൻഡ്, ഇതാണ് എംബ്രിയോ സാക്ക്. അപ്പോൾ എംബ്രിയോ സാക്കിൻ്റെ ഈ എൻഡിലായിരിക്കും ആൻറ്റിപോഡൽസ് ഉണ്ടാവുക, ഈ എൻഡിലായിരിക്കും എന്തുണ്ടാവുക, എഗ് സെൽസുകൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് എഗ് സെൽസുകൾ ഉണ്ടാവുക, ഈ ഭാഗത്തായിട്ടാണ് ആൻറ്റിപോഡൽ സെൽസുകൾ ഉണ്ടാവുക. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ചലാസൽ എൻഡിലാണ് എന്തുണ്ടാവുക, ആൻറ്റിപോഡൽസ്. അതേപോലെ തന്നെ ഈ മൈക്രോപൈലാർ റീജിയൻസിലായിരിക്കും എഗ് അപ്പാരറ്റസും ഉണ്ടാവുക. അപ്പം 3 ഗ്രൂപ്പാക്കി തിരിക്കാം നമുക്കിതിൽ സെൽസുകളെ. ഒന്ന് ആൻറ്റിപോഡൽസ്, 2 സെൻറ്റർ സെൽ എന്ന് പറയാം. ഓക്കെ, സെൻറ്റർ സെൽസ് എന്നറിയപ്പെടാം. അതേപോലെ എഗ് അപ്പാരറ്റസ്. അങ്ങനെ 3 സെറ്റാക്കി തിരിക്കാം. മനസ്സിലായല്ലോ, ആൻറ്റിപോഡൽസ്, സെൻട്രൽ സെല്ല്,
അതേപോലെ തന്നെ സൈനാർജിഡ്സ്, എഗ് അപ്പാരറ്റസ്. ഓക്കെ, ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. അപ്പോൾ 3 ഗ്രൂപ്പാക്കി തീർക്കാം. പ്രിൻറ്റിൽ ഞാൻ അതേപോലെ തന്നെ സെപ്പറേറ്റ് ആക്കി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ ആൻറ്റിപോഡൽസ് എന്ന് പറയുന്നത് എന്താണ്? 3 സെൽസുകളാണ്. 3 സെൽസ് അറ്റ് ദി ചെലാസൽ എൻഡ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് ആൻറ്റിപോഡൽസ്. 3 സെൽസ് അറ്റ് ദി ചെലാസൽ എൻഡ്, ദാറ്റ് ഈസ് നോൺ ആസ് ആൻറ്റിപോഡൽസ്. ഇനി സെൻട്രൽ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റർ പാർട്ടിലുള്ള എന്താ പറയുക, നമ്മൾ സെൻട്രൽ സെല്ലിന് പകരം നമ്മളിവിടെ എഗ് അപ്പാരറ്റസിനെ കുറിച്ച് പറയാം. അപ്പോൾ അത് നമ്മൾ 2 ധ്രുവങ്ങളിലുള്ള പോൾസിലുള്ളതിനെ കുറിച്ച് പറയാം. ആൻറ്റിപോഡൽസ് പറഞ്ഞു. ഇനി എഗ് അപ്പാരറ്റസ് ആണ്. എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ 3 cells are grouped together at the micropylar region. Micropylar region, micropylar endil 3 cells are grouped together. So these cells, group of cells is called egg apparatus. This group of cells is known as egg apparatus. Egg apparatus എന്ന് അറിയപ്പെടുന്നു. ഈ egg apparatus which consists of 3 cells, which are they? So first one is the egg cell and 2 synergids. egg cellും 2 സൈനർജിഡ്സുകളാണ് അതിൽ വരിക. ഇപ്പോൾ സൈനർജിഡ്സ് എന്ന് പറയുന്നത് അതിൽ ഒരു സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് ഉണ്ട്. സെൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. എന്താ വിളിക്കുക? ഫിലിഫോം അപ്പാരറ്റസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിലൂടെ വരുന്ന പോളൻ ട്യൂബിനെ ഇവിടേക്ക്, ഈ സൈഡിലൂടെ വരുന്ന പോളൻ ട്യൂബിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാനാണ് ഫിലിഫോം അപ്പാരറ്റസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാം? ദാറ്റ് ഈസ് ഇറ്റ് ഗൈഡ് ദി പോളൻ ട്യൂബ് ഇൻ ടു ദി സൈനർജിഡ്സ്. സൈനർജിഡ്സ് എന്ന് പറയുന്ന സെല്ലിലേക്ക് ഇതിലൂടെ വരുന്ന പോളൻ ട്യൂബിനെ ഉള്ളിലേക്ക് കടത്തിവിടാൻ വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ് ഫിലിഫോം അപ്പാരറ്റസ്. സോ ഇറ്റ് ഗൈഡ് ദി പോളൻ ട്യൂബ് ഇൻ ടു ദി സൈനർജിഡ്സ്. അതാണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. ഒരു പ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദി ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് or name the special cellular thickening present in the synergids. സൈനർജിഡ്സിൽ കാണുന്ന സ്പെഷ്യൽ സെല്ലുലാർ തിക്കണിങ്ങിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ പറയണം. ഫിലിഫോം അപ്പാരറ്റസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഫങ്ഷൻ നെയിം റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻ ചോദിച്ചാൽ എന്താണ്? ഇറ്റ് ഗൈഡ് ദ പോളൻ ട്യൂബ് ഇൻ ടു ദി സൈനർജിഡ്സ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തുള്ള എഗ് അപ്പാരറ്റസുമായി റിലേറ്റ് ചെയ്തുള്ള 2 സെല്ലുകളാണ് നമ്മൾ പറഞ്ഞത്. 2 സൈനർജിഡ്സ് ഉണ്ടാവും, അതിൽ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് ഉണ്ടാവും. അതിൻ്റെ പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഗൈഡ് ദി പോളൻ ട്യൂബ് ഇൻ ടു ദി സൈനർജിഡ്സ്. പോളൻ ട്യൂബ് എങ്ങനെയാണ് വരിക എന്നൊക്കെ നമുക്കറിയാലോ. അതായത് സ്റ്റിഗ്മയിലെത്തും. സ്റ്റിഗ്മയിൽ നിന്ന് താഴോട്ട് സ്റ്റൈലിലൂടെ എന്ത് ചെയ്യുന്നു? സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറിയിലാണല്ലോ എംബ്രയോസാക്ക് ഉണ്ടാവുക. ഓവറിയിൽ ഒവ്യൂളിൻ്റെ അകത്താണ് എംബ്രയോസാക്ക് ഉണ്ടാവുക. അപ്പോൾ ഓവറിയിൽ എത്തിയിട്ടുള്ള പോളൻ ട്യൂബ് ഒവ്യൂളിലേക്ക് കടക്കാനും ഒവ്യൂളിലേക്ക് കടന്ന് മൈക്രോപൈലാർ റീജിയൻസിലൂടെ ഒവ്യൂളിലേക്ക് കടന്ന് ഇവിടെ നോക്കുക, ഈ റീജിയൻസിലൂടെ പോളൻ ട്യൂബ് വരും അല്ലേ. അപ്പോൾ ഇവിടെയാണ് എഗ് അപ്പാരറ്റസ് ഉണ്ടാവുക. എഗ് അപ്പാരറ്റസിൽ നേരെ പോളൻ ട്യൂബിനെ അങ്ങോട്ട് വലിച്ച് സൈനർജിഡ്സിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന ഈ ഭാഗത്തുള്ള സൈനർജിഡ്സിലുള്ള സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്ങിനെയാണ് എന്ത് പറയാം? ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒവ്യൂൾസിൻ്റെ അകത്തേക്ക് കടന്നാലാണ് എന്ത് ചെയ്യുക? പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലുള്ള മെയിൽ ഗ്യാമീറ്റിന് ഇതുമായി എഗ്ഗുമായി ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് പോളൻ ട്യൂബ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഓക്കെ, ഇനി പോളൻ ട്യൂബ് അല്ലേ. അപ്പോൾ സൈനർജിഡ്സിനെ കുറിച്ച് പറഞ്ഞു. എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ എഗ്ഗാണ്. അതാണ് ഫീമെയിൽ ഗ്യാമീറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്, എഗ് സെല്ല്. ഓക്കെ, ദിസ് ഗ്രൂപ്പ് ഓഫ് സെൽസ്, 3 ഗ്രൂപ്പ് ഓഫ് സെൽസ് ഈസ് നോൺ ആസ് എഗ് അപ്പാരറ്റസ്. ഓക്കെ അല്ലേ. ഇനി ലാർജ് സെൻട്രൽ സെൽസ് ആണ്. ലാർജ് സെൻട്രൽ സെൽസിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് കൺസിസ്റ്റ് 2 പോളാർ ന്യൂക്ലിയേ അല്ലേ. 2 പോളാർ ന്യൂക്ലിയേ പ്രസൻ്റ് ആയിരിക്കും.
ഓക്കെ, അതിൽ ലാർജ് സൈറ്റോപ്ലാസം ഉണ്ടാവും. ലാർജ് സൈറ്റോപ്ലാസം ആയിരിക്കും മറ്റൊരു സെൽസിനേക്കാളും, ഈ മൂന്ന് സെൽസിനേക്കാളും വലിയ സൈറ്റോപ്ലാസം ഉള്ള ലാർജ് സൈറ്റോപ്ലാസം കൺസിസ്റ്റ് ആയിട്ടുള്ള സെൽസ് കൂടിയാണ് സെൻറ്റർ സെൽസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ടു പോളാർ ന്യൂക്ലിയർ ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം ടു പോൾസ് അല്ലേ, രണ്ട് പോൾസിൽ നിന്ന് വന്നതുകൊണ്ടാണ് അതിന് പോളാർ ന്യൂക്ലിയർ എന്ന് പറയാം. ഇത് ഹാപ്ലോയിഡാണ്, ഇതും ഹാപ്ലോയിഡാണ്. രണ്ടും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസിലുള്ള ഒന്നാമത്തെ മെയിൽ ഗ്യാമേറ്റ് ഇതുമായി എഗ്ഗുമായി ഫ്യൂസ് ചെയ്തും അതിനെയാണ് സിംഗമി എന്ന് പറയുക. ഡബിൾ ഫെർട്ടിലൈസേഷനൊക്കെ പഠിച്ചതാണല്ലോ. രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ്, പോളൻ ഗ്രെയിൻസിലുള്ള മെയിൽ ഗ്യാമേറ്റ് പോളാർ ന്യൂക്ലിയറുമായി ഫ്യൂസ് ചെയ്യും. അങ്ങനെ ആ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടിച്ചേരും, അതുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഈ എൻഡോസ്പോം ന്യൂക്ലിയസ് ഫോം ചെയ്യാറുണ്ട് അല്ലേ, ഡബിൾ ഫെർട്ടിലൈസേഷനിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. അപ്പോൾ അതാണ് ഒരു എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പഠിക്കാൻ പറ്റും. എംബ്രിയോ സാക്കിൽ 3 ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണെന്ന് മനസ്സിലാക്കുക. 1 ആൻറ്റിപോഡൽസ്, 2 സെൻറ്റർ സെൽ, 3 എഗ് അപ്പാരറ്റസ്. ഓക്കെ, ആൻറ്റിപോഡൽസിൽ 3 സെൽസുകളാണ് ഗ്രൂപ്പ് ഓഫ് സെൽസ് അറ്റ് ദി cell end. Okay, egg apparatus 3 group of cells, that is one is the egg cells and 2 synergids located near to the micropylar regions, and large central cells consist 2 polar nuclei and large central cytoplasm. Okay, so these are the structure of embryo sac. ഈ embryo sac നമ്മൾ ഓർത്തിരിക്കുന്നത് എത്ര സെല്ലുണ്ട്, എത്ര ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ 1 2 3 സെൽസ്, 1 2 3 and 3 + 3 6. ഇത് 1 ലാർജ് സെല്ല്, അപ്പോൾ എത്രയായി? 7 സെൽസായി. അപ്പോൾ 7 സെൽഡ് ആണ്. എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 1 2 3 4 5 6 7 8 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട് 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് ആണ്. ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പോം എംബ്രിയോ സാക്ക് അറ്റ് മെച്ചുറായി കഴിഞ്ഞാൽ 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് സ്റ്റേജ് ആയിരിക്കും ഓരോ എംബ്രിയോ സാക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് എംബ്രിയോ സാക്ക്. അപ്പോൾ നന്നായി ഇതുവരെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ പിക്ചർ സഹിതം വരച്ച് പഠിക്കണം, എന്നാലേ മനസ്സിൽ നിൽക്കുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ടോപ്പിക്കാണ് എംബ്രിയോ സാക്കിൻ്റെ പിക്ചർ, ഒവ്യൂളിൻ്റെ സ്ട്രക്ചറൊക്കെ. ഏറ്റവും എളുപ്പത്തിലും മനസ്സിലാക്കാനും മാർക്ക് കിട്ടാനും എളുപ്പമുള്ള ടോപ്പിക്കുകളാണിതിൽ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രമിക്കുക ഇപ്പോൾ തന്നെ. ഓക്കെ, താങ്ക് യു.